എല്ലാവർക്കും ഹലോ. പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇൻസ്പെക്ഷൻ ചേംബർ, ഒരു മാൻഹോൾ, ഒരു ഗല്ലി ട്രാപ്പ് എന്നിവ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് കഴിയുന്നത് ഒരു ഇൻസ്പെക്ഷൻ ചേംബർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ഒരു മാൻഹോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ഒരു ഗല്ലി ട്രാപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. ഇതിനാവശ്യമായ മെറ്റീരിയലുകളും ഉപകരണങ്ങളും ഉണ്ട്. മെഷറിംഗ് ടാപ്പ് 1, സ്പാഡ് 1, പിക്ക് ആക്സ് 1, മോട്ടോർ പാൻ 1, ട്രോവൽ 1, സ്പിരിറ്റ് ലെവൽ 1, പ്ലം ബോബ് 1, സ്ട്രെയിറ്റ് എഡ്ജ് 1, ട്യൂബ് ലെവൽ 1, ക്രോബാർ 1, സിമന്റ് ആവശ്യത്തിന്, ബ്രിക്സ് ആവശ്യത്തിന്, ബ്രിക്ക് ബാറ്റ്സ് ആവശ്യത്തിന്, അഗ്രിഗേറ്റ് ആവശ്യത്തിന്, റിവർ ഫൈൻ സാൻഡ് ആവശ്യത്തിന്, CI ഫ്രെയിം വിത്ത് കവർ ആവശ്യത്തിന്, ലൈം പൗഡർ ആവശ്യത്തിന്. ഈ പാഠത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും: ഒരു ഇൻസ്പെക്ഷൻ ചേംബർ അളന്ന് അടയാളപ്പെടുത്തുക, ജോലിസ്ഥലത്ത് മെറ്റീരിയൽ കൂട്ടിച്ചേർക്കുക, മതിയായ ജോലിസ്ഥലം നൽകുന്നതിന് മോർട്ടാർ പാൻ ചുവരിൽ നിന്ന് ഏകദേശം 1 മീറ്റർ അകലത്തിൽ സജ്ജമാക്കുക, സ്റ്റീൽ ചതുരവും പെൻസിലും ചോക്കും ഉപയോഗിച്ച് തറയിൽ L കോർണർ ലേഔട്ട് ചെയ്യുക. ഒരു ചോക്ക് ഉപയോഗിച്ച് യഥാർത്ഥ കോർണർ അളവിനേക്കാൾ അല്പം കൂടി ലൈൻ നീട്ടുക. മുൻവിരൽ ഉപയോഗിച്ച് തല ജോയിന്റ് യൂണിഫോം നിലനിർത്തിക്കൊണ്ട് ഡ്രൈ ബോർഡിന്റെ ആദ്യ കോഴ്സ് ലേഔട്ട് ചെയ്യുക, ഏകദേശം 10 മില്ലിമീറ്റർ. കോർണർ ബ്രിക്ക് അല്ലെങ്കിൽ ഇഷ്ടിക നമ്പർ 1 നീക്കം ചെയ്യുക. മോർട്ടാർ വിരിച്ച് ഇടയ്ക്ക് ഇഷ്ടികകൾ നീക്കാതെ വീണ്ടും കിടക്കുക. അവസാനത്തെ ഇഷ്ടിക അല്ലെങ്കിൽ ബ്രിക്ക് നമ്പർ 2 നീക്കം ചെയ്ത് മോർട്ടാർ പരത്തുക. ലെവൽ പ്ലം ബ്രിക്ക് നമ്പർ 1, ഇഷ്ടിക നമ്പർ 2 ഉപയോഗിച്ച് പ്ലം റൂൾ അരികെ നേരെയാക്കുക. ഒരു ലെവൽ പ്ലംബ് ഉപയോഗിച്ച് ഇഷ്ടിക നമ്പർ 3 ഇടുക. ഇഷ്ടിക നമ്പർ 1 ഉപയോഗിച്ച് അറ്റം നേരെയാക്കുക. ഓരോ കോഴ്സിൽ നിന്നും അധിക മോർട്ടാർ നീക്കം ചെയ്യുക. എല്ലാ സന്ധികളും ഒരേ കട്ടിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. വീണ്ടും കോർണർ പരിശോധിക്കുക. ഇഷ്ടികയുടെ ആദ്യ കോഴ്സ് ഇട്ടതിനു ശേഷം ചതുരാകൃതി. ലെവലിനായി രണ്ടാമത്തെ കോഴ്സ് പരിശോധിക്കുക. ആവശ്യത്തിന് മോർട്ടാർ എടുത്ത് ഒരു ബ്ലേഡ് വിരിച്ച് 3-4 ഇഷ്ടികകൾ ഇടുക. ഒരു ട്രോവൽ ഉപയോഗിച്ച് ബെഡിനരികിൽ മോർട്ടാർ പരത്തുക. മോർട്ടാർ ഇടുക ബെഡ് പ്രദേശത്തിന്റെ മധ്യഭാഗം. ജോലി പൂർത്തിയാക്കുന്നതുവരെ ഈ രീതി തുടരുക. മതിലിന്റെ ബാഹ്യവും ആന്തരികവുമായ ഉപരിതലത്തിൽ നിന്ന് അധിക സിമന്റ് മോർട്ടാർ നീക്കം ചെയ്യുക. കോർണർ ഇഷ്ടിക ഇടുക. സ്ഥലത്ത് ടാപ്പ് ചെയ്യാൻ ട്രോവൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് വർക്ക് സ്പോട്ട് അനുസരിച്ച് ഡ്രോയിങ് വരക്കാം. ഡ്രോയിങ് അളവും ലെവലും അനുസരിച്ച് ഇൻസ്പെക്ഷൻ ചേംബറിനായി കുഴിക്കുക. ഡ്രോയിങ് അനുസരിച്ച് കോൺക്രീറ്റ് ഇടുക. 1:4 എന്ന സിമന്റ് മോർട്ടാർ അനുപാതത്തിൽ 75 ഇഷ്ടികകൾ കൊണ്ട് ഒരു ഇഷ്ടിക വർക്ക് നിർമ്മിക്കുക. ഇന്റേണൽ വോൾ സുഗമമാക്കുക. ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാൻ ഇഷ്ടിക ജോബമായി പൈപ്പ് കൂട്ടിച്ചേർക്കുക. ഏതെങ്കിലും വിദേശ വസ്തുക്കൾ പ്രവേശിക്കുന്നത് തടയാൻ പൈപ്പ് തടയുക. 12 mm കട്ടിയുള്ള സിമന്റ് പ്ലാസ്റ്റർ ഉപയോഗിച്ച് അകത്തെ ഭിത്തിയിൽ പ്ലാസ്റ്റർ ചെയ്യുക. 1:2:4 എന്ന കോൺക്രീറ്റ് അനുപാതത്തിൽ സിമന്റ് ഉപയോഗിച്ച് ചാനലിങ്ങും ബെഞ്ചിങ്ങും നൽകുക. 20 മില്ലിമീറ്റർ വലുപ്പമുള്ള മൊത്തം സിമന്റ് ഉപയോഗിച്ച് മിനുസപ്പെടുത്തുക. ചാനലിന്റെയും ബെഞ്ചിങ്ങിന്റെയും ആഴം ഡ്രോയിങ് അനുസരിച്ചാണെന്ന് ഉറപ്പാക്കുക. മുകളിലെ കവറിന് സെന്ററിംഗ് നൽകുക. കവറിനുള്ള ബലപ്പെടുത്തൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് പരിഹരിക്കുക. ഫ്രെയിമിന് മുകളിൽ കാസ്റ്റ് അയൺ ശരിയാക്കുക. മുകളിലെ കവർ ശരിയാക്കുക. ജോബ് ക്യൂർ ചെയ്യുക. സെന്ററിംഗ് നീക്കം ചെയ്യുക. അടുത്തതായി നമുക്കൊരു ഗല്ലി ചേംബർ നിർമ്മിക്കാം. വ്യായാമത്തിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് കഴിയും: പ്രദേശം വരയ്ക്കുക, വായിക്കുക, അടയാളപ്പെടുത്തുക, കുഴിച്ച് സിമന്റ് കോൺക്രീറ്റ് ഇടുക, ഗല്ലി ട്രാപ്പ് സ്ഥാപിച്ച് ഒരു മതിൽ നൽകുക, മതിൽ പ്ലാസ്റ്റർ ചെയ്യുക, കാസ്റ്റ് അയൺ ലൈറ്റ് ഡ്യൂട്ടി കവർ ശരിയാക്കുക. അളവുകളും ലെവലുകളും അനുസരിച്ച് ട്രാപ്പിനായി കുഴിക്കുക. ഡ്രോയിങ് അനുസരിച്ച് കോൺക്രീറ്റ് ഇടുക. ഗല്ലി ട്രാപ്പിന്റെ ഗുണനിലവാരം പരിശോധിക്കുക. ഗല്ലി ട്രാപ്പ് ലെവലിൽ സ്ഥാപിക്കുക.
ബ്രാഞ്ച് ഡ്രെയിനിലേക്ക് ഗല്ലി ഔട്ട്ലെറ്റ് ബന്ധിപ്പിക്കുക. ഗല്ലിയും ശാഖാ ചോർച്ചയും പരിശോധിക്കുക. ബെഡ് കോൺക്രീറ്റിന്റെ മുകളിൽ നിന്ന് തറനിരപ്പ് വരെ വൃത്താകൃതിയിലുള്ള ഗല്ലി ട്രാപ്പിനുള്ളിൽ 300x300 മില്ലിമീറ്റർ കട്ടിയുള്ള 1.15 mm കട്ടിയുള്ള ഇഷ്ടിക കൊത്തുപണികളുള്ള അറ നിർമ്മിക്കുക. അറയുടെ ഭിത്തികൾക്കിടയിലുള്ള വിടവ് നികത്തി സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് കുടുക്കുക. 1:3 എന്ന സിമന്റ് മോർട്ടാർ അനുപാതത്തിൽ കെണിയുടെ മുകളിലെ നിലയ്ക്ക് മുകളിൽ അറയുടെ മുകൾഭാഗം പ്ലാസ്റ്റർ ചെയ്യുക. വൃത്തിയുള്ള സിമന്റിന്റെ ഫ്ലോട്ടിംഗ് കോട്ട് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ഏരിയ പൂർത്തിയാക്കുക. ചേംബറിന്റെ കോണുകളും അടിഭാഗവും വൃത്താകൃതിയിലാക്കുക. അങ്ങനെ ഗ്രേറ്ററിംഗിലേക്ക് വിരിക്കുകയും ചെയ്യുക. 1:2:4 എന്ന അനുപാതത്തിൽ സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് ഇഷ്ടിക കൊത്തുപണികളുടെ മുകളിൽ 300x300 വലുപ്പത്തിൽ കാസ്റ്റ് അയൺ ഗ്രേറ്റിംഗ് ശരിയാക്കുക. കോൺക്രീറ്റ് മിനുസപ്പെടുത്തുക. കവറിന്റെ പൂർത്തിയായ മുകൾ നില ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 4 സെന്റിമീറ്റർ താഴെയായിരിക്കും. ഗല്ലി കെണിയിൽ നിന്ന് ചെളി അടിഞ്ഞുകൂടുന്നത് ഉറപ്പാക്കാൻ ഔട്ട്ലെറ്റിലൂടെ കടന്നുപോകുന്നതിന് ഗല്ലിയും ശാഖാധാന്യവും പരിശോധിക്കുക. ഗല്ലി ട്രാപ്പ് ഇടയ്ക്കിടെ വൃത്തിയാക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിക്കുക. ഇനി നമുക്ക് ഒരു മാൻഹോൾ നിർമ്മിക്കാം. ഇതിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് കഴിയും. വർക്ക് സ്പോട്ട് അനുസരിച്ച് ഡ്രോയിങ് റീഡ് ചെയ്യുക. കുഴിച്ച് സിമന്റ് കോൺക്രീറ്റ് ഇടുക. ഒരു മതിൽ നിർമ്മിക്കുക. ബെഞ്ചിങ്ങും ചാനലിങ്ങും നൽകുക. ഫുട് റെസ്റ്റ് ശരിയാക്കുക. മതിൽ പ്ലാസ്റ്റർ ചെയ്ത് ഒരു കാസ്റ്റ് അയൺ കവർ നൽകുക. മാൻഹോളിന്റെ നിർമ്മാണത്തിനായി ഡ്രോയിങ് അനുസരിച്ച് മാൻഹോളിനായി കുഴിക്കുക. ആവശ്യമായ വസ്തുക്കൾ തയ്യാറാക്കാൻ ഡ്രോയിങ് ശ്രദ്ധാപൂർവം വായിക്കുക. ഡ്രോയിങ് അനുസരിച്ച് കോൺക്രീറ്റ് ഇടുക. 1:5:10 എന്ന ശരിയായ ചേംബർ അനുപാതത്തിൽ അടിത്തറയ്ക്കായി സിമന്റ് കോൺക്രീറ്റ് തയ്യാറാക്കുക. 1:4 എന്ന സിമന്റ് മോർട്ടാർ അനുപാതത്തിൽ ഇഷ്ടിക ജോലികൾ നിർമ്മിക്കുക. ആന്തരിക മതിൽ മിനുസമാർന്നതാണെന്ന് ഉറപ്പാക്കുക. ബാഹ്യസന്ധികൾ മിനുസമാർന്നതാണെന്ന് ഉറപ്പാക്കുക. സ്ഥല ജോയിന്റും ഇഷ്ടികയും ലീക്ക് പ്രൂഫാണെന്ന് ഉറപ്പാക്കുക. അന്യപദാർത്ഥങ്ങളുടെ പ്രവേശനം തടയാൻ പൈപ്പ് തയ്യാറാക്കുക. 12 മില്ലിമീറ്റർ കട്ടിയുള്ള സിമന്റ് ഉപയോഗിച്ച് അകത്തെ ചുവരുകൾ പ്ലാസ്റ്റർ ചെയ്യുക. സിമന്റ് നാടൻ അനുപാതം 1:3 ആയ പ്ലാസ്റ്റർ. സിമന്റ് കോൺക്രീറ്റ് അനുപാതം 1:2:4. 1 സിമന്റ്, 2 കോസ് മണൽ, 4 സ്റ്റോൺ, 20 മില്ലിമീറ്റർ. സുഗമത ഉറപ്പാക്കാൻ വൃത്തിയുള്ള സിമന്റ് ഉപയോഗിക്കുക. ഡ്രോയിങ് അനുസരിച്ച് ചാനലിന്റെ ആഴം ആയിരിക്കണം. ശരിയായ ബെഞ്ചിങ് നൽകുക. ചേംബറിൽ 1:3:6 എന്ന അനുപാതത്തിൽ സിമന്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് 20x20x10 സെന്റിമീറ്റർ നീളമുള്ള സിമന്റ് കോൺക്രീറ്റ് ബ്ലോക്കിൽ മൈൽഡ് സ്റ്റീൽ ഫുട് റെസ്റ്റുകൾ ഉൾപ്പെടുത്തുക. ഭിത്തിയുടെ ഉപരിതലത്തിനപ്പുറം 10 സെന്റിമീറ്റർ നീളത്തിൽ 4 സെന്റിമീറ്റർ അകലത്തിൽ ഫുട് റെസ്റ്റ് ഉറപ്പിക്കുക. ആഴത്തിലുള്ള അറയുടെ കാര്യത്തിലാണിത്. കൽക്കരി ടാർ ഉപയോഗിച്ച് ഫുട് റെസ്റ്റ് പെയിന്റ് ചെയ്യുക. മുകളിലെ കവറിന് സെൻട്രിംഗ് നൽകുക. കവറിനുള്ള ബലപ്പെടുത്തൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് പരിഹരിക്കുക. ഫ്രെയിമിന് മുകളിൽ കാസ്റ്റ് അയൺ ശരിയാക്കുക. മുകളിലെ കവർ കോൺക്രീറ്റ് ചെയ്യുക. ജോലി ക്യൂർ ചെയ്യുക. സെൻട്രിംഗ് നീക്കം ചെയ്യുക. ബ്ലോക്ക് നീക്കം ചെയ്യുക. മാൻഹോൾ കവർ ശരിയാക്കുക. ഗ്രീസ് കൊണ്ട് മാൻഹോൾ കവർ ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു പരിശോധനാ ചേംബർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ഒരു മാൻഹോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ഒരു ഗല്ലി ട്രാപ്പ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.